നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ കാലു പിടിച്ച് CPM കണ്ണൂർ നേതൃത്വം. CBI അന്വേഷണം എന്ന ആവശ്യം മഞ്ജുഷ ഉയർത്തരുത്. അതാണ് CPMന്റെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. ഈ ഒരു നീക്കവുമായി മഞ്ജുഷ മുൻപോട്ട് പോയാൽ അത് കണ്ണൂർ നേതൃത്വത്തിനും ചെങ്ങളായി മാഫിയയ്ക്കും കനത്ത തിരിച്ചടി ഉണ്ടാക്കും. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും മഞ്ജുഷയെയും കുടുംബത്തെയും പിന്തിരിപ്പിക്കാനുള്ള കുതന്ത്രങ്ങളുമായി അണിയറയിൽ പല നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് CPM. കോടതിയിലും മാധ്യമങ്ങൾക്ക് മുന്നിലുമൊക്കെ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്വേഷണ സംഘം വെറും നാടകം കളിക്കുകയാണ് ചെയ്യുന്നത്. അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നില്ല, കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന്. ഇതിനുശേഷമാണ് CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ശക്തമായി ഉയർന്നു വന്നത്. ഇപ്പോൾ ചില തിരക്കിട്ട നീക്കങ്ങളൊക്കെ ആഭ്യന്തര വകുപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് നവീൻ ബാബു മരിച്ചിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താത്തതിൽ വലിയ പ്രതിഷേധം ശക്തമായിരുന്നു. എന്തുകൊണ്ട് മഞ്ജുഷയുടെയും നവീൻ ബാബുവിന്റെ മറ്റു കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്തുന്നില്ല? അന്വേഷണ സംഘം എന്തു നോക്കിയിരിക്കുകയാണ് എന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ CBI അന്വേഷണം എന്ന ആവശ്യത്തിന് മുറവിളി ഉയർത്തുന്നതോടെ ആഭ്യന്തര വകുപ്പ് തിരക്കിട്ട നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ ഭാര്യയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലെത്തിയിട്ടുണ്ട്. ഇതുവരെ അന്വേഷണം അട്ടിമറിക്കാൻ കളിച്ചവരാണ്. CBI അന്വേഷണം എങ്ങാനും ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്ന് പേടിച്ച് പൊടുന്നനെ പത്തനംതിട്ടയിൽ പാഞ്ഞെത്തിയിരിക്കുന്നത്. പെട്രോൾ പമ്പ് ഉടമ പ്രശാന്തന്റെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടും അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ആക്ഷേപം നവീൻ ബാബുവിന്റെ ഭാര്യ തന്നെ കോടതിയിൽ ഉന്നയിച്ചിരുന്നു. CBI അന്വേഷണ ആവശ്യം ഉയർന്നതിനിടെയാണ് അനുനയ നീക്കവുമായി കണ്ണൂരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് എത്തിയത് എന്നാണ് മറ്റൊരാക്ഷേപം വരുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു തുടങ്ങിയവരുടെ മൊഴി രേഖപ്പെടുത്തി. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം ഇത് ആദ്യമായാണ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്താൻ തയ്യാറായതുപോലും. PP ദിവ്യ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന ഉൾപ്പെടെ സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് സഹോദരൻ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും കാര്യങ്ങൾ ഭാര്യ മഞ്ജുഷയോട് പറഞ്ഞിരുന്നോ എന്നതാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. കണ്ണൂർ കളക്ടറെക്കുറിച്ച് നവീൻ ബാബു പറഞ്ഞിരുന്ന കാര്യങ്ങളും പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചു. കളക്ടറുമായി നവീൻ ബാബുവിന് ഒരു ആത്മബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് ഭാര്യ മഞ്ജുഷ നേരത്തെ പറഞ്ഞിരുന്നു. ഏത് സാഹചര്യത്തിലാണ് നവീൻ ബാബുവിന്റെ സംസ്കാര ചടങ്ങിന് വീട്ടിലേക്ക് എത്താൻ കണ്ണൂർ കളക്ടർക്ക് മഞ്ജുഷ അനുമതി നൽകാതിരുന്നതെന്നതിലും വ്യക്തത വരുത്താൻ വേണ്ടിയായിരുന്നു പോലീസ് സംഘത്തിന്റെ ശ്രമം. PP ദിവ്യക്കെതിരെ നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്ന് നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ദിവ്യയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ കുടുംബത്തിനായി ഹാജരായ അഭിഭാഷകൻ പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താത്തതിൽ പ്രോസിക്യൂഷനെതിരെ വിമർശനം ശക്തമായി ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. CBI അന്വേഷണം എന്ന് കേൾക്കുന്നതാണ് ഇപ്പോൾ CPMനെ ഹാലിളകിയിരിക്കാൻ കാരണം. ഒരു തരത്തിലും ഇനി ഒരു കേന്ദ്ര അന്വേഷണം ഒരു കാര്യത്തിലും കേരളത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ ആവശ്യം. കാരണം ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ കയറി ഇറങ്ങുകയാണ്. CPMന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഈ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ തന്നെ വട്ടമിട്ട് പറക്കുന്നതും. ഏറ്റവും ഒടുവിലത്തേതാണ് നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ശക്തമാകുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തന്നെ പറയുകയാണ്, പ്രത്യേക അന്വേഷണ സംഘം വെറും പ്രഹസനം മാത്രമാണെന്നും ഇവർ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല എന്നുമൊക്കെ. ഇത് ഹൈക്കോടതിയിൽ വീണ്ടും മഞ്ജുഷ ആരോപിക്കുമ്പോൾ അത് ഉറപ്പായും ദിവ്യയ്ക്ക് കുരുക്ക് മുറുകുന്നതാണ്. അവർ ഹൈക്കോടതിയിലെത്തി ആവശ്യപ്പെടാൻ പോകുന്നത് ഇനിയിപ്പോൾ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം തന്നെയായിരിക്കും. ഇത് മാത്രമല്ല, നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ആവശ്യപ്പെടുന്നതും CBI അന്വേഷണം വേണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിക്ക് കാരണമാകും. തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുകയാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും നവീൻ ബാബു വിഷയം കെട്ടടക്കണം എന്നുള്ളതാണ് CPMന്റെ പ്രധാന ആവശ്യം. ഈ പാർട്ടിക്കാരുടെ, അതായത് നവീൻ ബാബുവിനൊപ്പം നിൽക്കുന്ന പാർട്ടിക്കാരുടെയും അതുപോലെ തന്നെ ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി മാത്രമാണ്
പി ദിവ്യയെ പാർട്ടി തരം താഴ്ത്തിയത്, അവർക്കെതിരെ നടപടി സ്വീകരിച്ചത്. എന്നാൽ അതിനുശേഷവും ഇപ്പോൾ ദിവ്യ അങ്ങ് കണ്ണൂരിൽ വലിയ അധികാരം എടുത്ത് പെരുമാറുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചെങ്ങളായി ഗ്രൂപ്പുമായി ചേർന്ന് ഇവർ നവീൻ ബാബു വിഷയത്തിൽ തെളിവ് നശിപ്പിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്നുള്ള ആരോപണവും ശക്തമാകുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ പ്രശാന്തന്റെ വായിൽ നിന്ന് വന്ന ഒരു പ്രസ്താവന അത് ദിവ്യയ്ക്ക് കുരുക്ക് മുറുക്കുന്നതാണ്. ഈ ദിവ്യ എല്ലായിടത്തും പോയി പറയുന്നത് അഴിമതിക്കെതിരെ താൻ ശബ്ദം ഉയർത്തിയെന്നാണല്ലോ. കോടതിയിലും അവർ ഇത് തന്നെയാണ് വാദിച്ചിരിക്കുന്നത്. ഇവർ അഴിമതിക്കെതിരെ ശബ്ദം ഉയർത്തി എന്ന് പറയുന്നത് പ്രശാന്തന്റെ വാക്ക് കേട്ടിട്ട് നവീൻ ബാബുവിനെ ആ യോഗത്തിൽ പോയി വിമർശിച്ചു, അദ്ദേഹത്തെ അങ്ങേയറ്റം നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ നവീൻ ബാബുവിനെതിരെ പ്രശാന്തൻ ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന കൈക്കൂലി ആരോപണത്തിൽ തെളിവുകൾ ഒന്നും തന്നെ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹാജരാക്കിയ തെളിവുകളോ അത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ളത് വ്യക്തമായിരുന്നു. ഇത് മാത്രമല്ല, ഈ പ്രശാന്തന്റെ വായിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന വാക്കുകളാണ് ദിവ്യയ്ക്ക് എട്ടിന്റെ പണിയാകുന്നത്. മുഖ്യമന്ത്രിക്ക് കൊടുത്തത് ഉൾപ്പെടെയുള്ള പരാതികളിലുള്ള ഒപ്പ് എന്റേതാണെന്നും എനിക്ക് 2 ഒപ്പ് ഉണ്ട് എന്നുമാണ് പ്രശാന്തൻ പറഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് തൊണ്ട തൊടാതെ അങ്ങ് വിഴുങ്ങാനാകും? അപ്പോൾ തന്നെ ഈ കള്ളം പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട്. ഈ നവീൻ ബാബുവിനായി ഇവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതെല്ലാം വ്യാജ തെളിവുകളാണ്. നവീൻ ബാബുവിന് പിന്നാലെ പോകുന്നു, നവീൻ ബാബുവിനെ വിളിക്കുന്നു, നവീൻ ബാബുവിന്റെ വീട്ടു പരിസരത്ത് കറങ്ങി നടക്കുന്നു. നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചു എന്ന് തെളിയിക്കാൻ വേണ്ടി പലതും മുൻകൂട്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ളത് ഈ ഘട്ടത്തിൽ വ്യക്തമാകുകയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഈ ഒപ്പുകൾ. എന്നാൽ ഈ ഒപ്പാണ്, അവിടെയാണ് പ്രശാന്തനും ദിവ്യയ്ക്കും പിഴച്ചത്. രണ്ടും 2 ഒപ്പാണ്. എന്നിട്ടും ഈ പ്രശാന്തൻ പിടിയിലായിട്ടും പിടി വീണിട്ടും പ്രശാന്തൻ പറയുകയാണ് തനിക്ക് 2 ഒപ്പുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ ഒക്കെ വന്ന വലിയൊരു പരിഹാസമുണ്ട്. അതായത് പ്രശാന്തന് നേരെ എനിക്ക് 2 ഒപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് താഴെ വന്ന കമന്റുകളാണ് ഇയാൾക്ക് 2 ഒപ്പ് മാത്രമല്ല 2 തന്തയും ഉണ്ട് എന്നുള്ള. അതായത് അത്രത്തോളം ജനങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. അവർ വൈകാരികമായി ഇതിനെതിരെ പ്രതികരിക്കുന്നു. അവർ ഈ ദിവ്യയ്ക്കും പ്രശാന്തനുമെതിരെ ശാപവാക്കുകൾ ഉയർത്തുന്നു, അവരെ തെറി വിളിക്കുന്നു. ഇതെല്ലാം തന്നെ ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്ത വേദനയിൽ ജനങ്ങൾ പറയുന്നതാണ്, അവരുടെ പ്രതികരണമാണ്. ഈ സർക്കാരിനോടും ഈ പാർട്ടിയോടുമുള്ള അവരുടെ വെറുപ്പും വിദ്വേഷവും എല്ലാം അവർ ഇത്തരത്തിലാണ് പ്രകടിപ്പിക്കുന്നത്. ജനങ്ങളെ തെറ്റു പറയാൻ ആകില്ല. കാരണം അത്രത്തോളം ഭരിച്ചു മുടിച്ച് നാറാണക്കല്ലെടുപ്പിച്ചു കഴിഞ്ഞല്ലോ കേരളത്തെ. വൈകാരികമായി തന്നെ അവർ പ്രതികരിക്കും. ഇതെല്ലാം നേരിടാൻ തയ്യാറായി തന്നെ CPM നിന്നോളൂ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും പ്രശാന്തന്റെ 2 ഒപ്പ്, ഇനി അതിലാണ് കൃത്യമായ അന്വേഷണം വേണ്ടത്. എന്നാൽ പോലീസ് ആകട്ടെ പ്രശാന്തന്റെ വിഷയത്തിൽ ഒരു അന്വേഷണത്തിനും തയ്യാറാകുന്നില്ല. അതിന്റെ കാരണം എന്താണ്? നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് ഉണ്ടായ 2 സാഹചര്യങ്ങളിൽ ഒന്ന് ഈ പ്രശാന്തൻ കൊണ്ടുവന്ന ആരോപണമാണല്ലോ. ഈ ആരോപണത്തിന്റെ വാല് പിടിച്ചാണ് ദിവ്യ പോയി അധിക്ഷേപ പ്രസംഗങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഈ നവീൻ ബാബു മരണപ്പെട്ട സംഭവത്തിൽ അന്വേഷിക്കേണ്ടതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് പ്രശാന്തൻ കൊണ്ടുവന്ന ആരോപണം. അത് സത്യമാണോ കള്ളമാണോ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഈ അന്വേഷണ സംഘത്തിനുണ്ട്. എന്നാൽ അന്വേഷണ സംഘം ആ വഴിക്ക് അന്വേഷണം നടത്താൻ തയ്യാറല്ല. പകരം ദിവ്യയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. ദിവ്യയുടെ ഈ യോഗത്തിനെത്തി അവർ നടത്തിയ പ്രസംഗമാണോ നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നത് മാത്രമാണ് അവർ അന്വേഷിക്കുന്നത്. പ്രശാന്തന് പിന്നാലെയല്ലേ പോലീസ് പോകേണ്ടത്? അവിടെയാണ് ഏറ്റവും വലിയ ദുരൂഹത കിടക്കുന്നത്. അതായത് ചെങ്ങളായി മാഫിയ എന്ന പെട്രോൾ പമ്പ് മാഫിയയെ അടപടലം പൂട്ടാനുള്ള കണ്ണിയാണ് പ്രശാന്തൻ. അവിടേക്ക് എന്തുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നില്ല? CBI അന്വേഷണം വന്നാൽ പെട്ടുപോകാൻ പോകുന്നത് CPM ആണ്. ഈ പെട്രോൾ പമ്പ് മാഫിയയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനുള്ള പിടിവള്ളിയാണ് പ്രശാന്തൻ. അപ്പോൾ CBI ആ വശത്തേക്കൊക്കെ കൃത്യമായ അന്വേഷണം നടത്തും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം അല്ലെങ്കിൽ ഭാര്യ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം ഉയർത്തരുത്. അതിപ്പോൾ ഈ കണ്ണൂർ CPMന്റെ ആവശ്യമാണ്. ഇവർ വലിയ രീതിയിൽ സമ്മർദ്ദം തുടങ്ങിയിട്ടുണ്ട്.
പത്തനംതിട്ടയിലെ CPM നേതൃത്വത്തിനു മേലെയും സമ്മർദ്ദം വന്നിട്ടുണ്ട്. എന്നാൽ പത്തനംതിട്ട CPM നേതൃത്വം കണ്ണൂരുമായി ഇടഞ്ഞു നിൽക്കുകയാണ്. വലിയ രീതിയിൽ രണ്ട് വിഭാഗവും പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഇനി CPMന്റെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത് നവീൻ ബാബുവിന്റെ ഭാര്യയാണ്. അവരുടെ നാവിൻ തുമ്പിലാണ് CPMന്റെ ഭാവിയും ഭൂതവും എല്ലാം കിടക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുകയാണ്. അതുകൊണ്ട് CPM തീച്ചൂളയിലാണ്. അല്ലെങ്കിൽ തന്നെ 1000 വിവാദങ്ങളുടെ നടുവിൽ പെട്ടുകിടക്കുകയാണ് CPM. അതിന്റെ കൂട്ടത്തിൽ നവീൻ ബാബു വിഷയം ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. അത് പത്തനംതിട്ടയെയും കണ്ണൂർ CPM നേതൃത്വത്തെയും തമ്മിൽ പിളർത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇതിൽ ജാഗ്രതയോടെ CPM മുന്നോട്ട് പോയില്ലെങ്കിൽ വരാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണ് എന്നുള്ളത് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.